ഇന്നലെ ഞങ്ങൾ ചെയ്ത വീഡിയോ പാഷൻ ഫ്രൂട്ട് പറിക്കുന്നതായിരുന്നു. ഇതൊക്കെയാണ് ഇന്നലെ പറിച്ചെടുത്ത പാഷൻ ഫ്രൂട്ട്. കുറച്ച് കൂടുതൽ ചെടിയിൽ പറിക്കാനുണ്ടായിരുന്നു, പാഷൻ ഫ്രൂട്ട് വള്ളിയിൽ കുറച്ച് കൂടുതൽ പറിക്കാനുണ്ട്. പക്ഷെ ഇന്നലെ നല്ല മഴ കാരണം ഞങ്ങൾ ആവശ്യത്തിന് മാത്രം പറിച്ചിട്ട് താഴെ ഇറങ്ങി, ബാക്കി ഇനി പറിക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ച് സ്ക്വാഷ് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ചൊക്കെ ഞങ്ങൾ ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ളത് മൊത്തം സ്ക്വാഷ് ആക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വൃത്തിയിൽ കഴുകിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറിച്ചിടുന്നൊക്കെ താഴെ വെക്കുന്നൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഈ തൊലിയിലൊക്കെ മണ്ണുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് റൗണ്ടിൽ കട്ട് ചെയ്യണം. നമ്മൾ ഇതൊന്ന് എടുത്തിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് ആണ്. ഇപ്പൊ മഴ ആയതുകൊണ്ട് ചെറിയൊരു പുളി വന്നിട്ടുണ്ട്, മഴക്കിടയ്ക്ക് പെയ്തുകൊണ്ട്. ഇനി നമ്മൾ ഇതിന്റെ പൾപ്പ് എടുക്കണം. പൾപ്പ് എടുക്കുന്ന ഇതുപോലെ ഉൾഭാഗത്തുള്ള തൊലി എടുക്കാതെ കുരുവും അതിലുള്ള ജ്യൂസ് പോലെയുള്ള നീര് മാത്രം എടുത്തിട്ട് നമ്മൾ ഇതിന് പൾപ്പ് എടുക്കുകയാണ്. പനീന് ഞാൻ ചേർന്നടക്ക് സ്ക്വാഷ് ഉണ്ടാക്കി നോക്കുന്നത്. ഞങ്ങൾ മുന്നേക്കെ സ്ക്വാഷ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ ഇപ്രാവശ്യം പറിച്ച് വെച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ഇപ്രാവശ്യം പാഷൻ ഫ്രൂട്ട് കുറവായിരുന്നു, ഞങ്ങൾ പുതിയ വള്ളികളൊക്കെ ഇപ്പം നട്ടിട്ടുള്ളൂ പറഞ്ഞല്ലോ. അപ്പം പഴയൊരു വള്ളി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പം ഇത്രയും പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയത്. അപ്പം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ വൈറ്റ് തൊലി എടുക്കാതെയാണ് നമ്മൾ ഇതിൻ്റെ പൾപ്പ് എടുക്കുന്നത്. നല്ല മൂപ്പായതുകൊണ്ട് തന്നെ നല്ല നിറമുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ഉൾഭാഗം. ഇതൊക്കെ ഒരു മൂപ്പായി വരുന്നുള്ളൂ, എന്നിട്ട് നിറമുണ്ട്. നല്ല പഴുത്തതിന് കുറച്ചുകൂടെ ഉൾഭാഗത്തുള്ള നിറം കൂടും. നമ്മൾ കുരുവോട് കൂടി തന്നെയാണ് ഈ പൾപ്പ് എടുക്കുന്നത്. ഈ തൊലി നമുക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഈ തൊലി മാറ്റിയെടുത്തിട്ട് പൾപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എടുക്കും. ഒരാളിങ്ങനെ പെട്ടെന്ന് മുറിച്ചു കൊടുത്താൽ മറ്റൊരാൾ വേഗം പൾപ്പ് എടുക്കാം. ഇനി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ സ്ക്വാഷ് ഉണ്ടാക്കാൻ ചെയ്യണം. അപ്പം ആദ്യത്തെ പണിയാണിത്. അതൊക്കെ നല്ല ഉൾഭാഗം നല്ല നിറമുണ്ട്. നമുക്ക് ബ്രൗൺ എടുക്കുന്നൊരു നിറം കൂടും, കുറച്ചൊരു പച്ച നിറം ഉള്ളതിന് ഉൾഭാഗത്ത് നിറം കുറച്ച് കുറയുള്ളൂ. പക്ഷെ എന്നാലും നല്ല മൂപ്പായത് തന്നെയാണ്. ഇന്നലെ കുറച്ചൊക്കെ ഞങ്ങൾ വെറുതെ കഴിച്ചിരുന്നു, കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് വെറുതെ കഴിച്ചിരുന്നു. നല്ലതാണ് പാഷൻ ഫ്രൂട്ടൊക്കെ ഈ സമയത്ത് കഴിക്കുന്നതൊക്കെ. പല ആളുകൾ ഇപ്പം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ബ്ലഡിന്റെ കൗണ്ട് കുറഞ്ഞത് അത് ക്ലിയർ ചെയ്യാനൊക്കെ നമ്മുടെ അടുത്ത് വന്ന് വാങ്ങിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ കുറെ ആളുകൾ നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടൊക്കെ നമ്മൾ വിളിച്ചിരുന്നു. അപ്പൊ ഇതുപോലെ പൾപ്പൊക്കെ എടുക്കുകയാണ്. ഞങ്ങളുടെ ഫാമിൽ തന്നെ ഇനി പാഷൻ ഫ്രൂട്ട് ആവാൻ ഒരു 2 മാസത്തോളം ആവും. കയറിയ വള്ളിയിലൊക്കെ ഞായി കിട്ടണം. അപ്പൊ ഇതിന് കുറച്ച് ഉള്ളത് കൊണ്ടാണ് ഈ സമയത്ത് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒരു 2 മാസമൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇനി സ്ക്വാഷ് ഉണ്ടാവുമല്ലോ നമുക്ക് ഉപയോഗിക്കാൻ, അതുകൊണ്ടാണ് സ്ക്വാഷ് ആക്കി വെക്കുന്നത്. സ്ക്വാഷ് കുറെ കാലം ഉപയോഗിക്കാൻ എടുക്കാം, അല്ല നമുക്ക് ആയി കിട്ടുന്നവരെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യത്തിന് ജ്യൂസായി വരുന്നുണ്ട്. ഇത്രയും പൾപ്പ് നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഉള്ളൂ ഇനി ചെത്തിയിടാനായിട്ട്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അടുത്ത പരിപാടിയിലോട്ട് കിടക്കണം. അപ്പം ഈ കാണണം കൂടെ ഉള്ളൂ ഇനി. ഏകദേശം എല്ലാ തൊണ്ടുന്നും ഇതുപോലെ പൾപ്പ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു കൊടുന്ന ഈ ബൗളിന് മുഴുവനായിട്ട് പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്രയുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ജ്യൂസാക്കി എടുക്കാൻ വേണ്ടി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. കൂടുതൽ സ്പീഡിൽ അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. നമുക്ക് ചെറിയ ജ്യൂസ് കിട്ടാൻ വേണ്ടി മാത്രം. ഈ കുരുകളൊന്നും മിക്സി കിടന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഇവ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഇത്രയും ജ്യൂസ് ഉണ്ട്. ഇനി ഈ പൾപ്പ് ജ്യൂസ് ചെയ്തെടുക്കുകയാണ്. വെള്ളമൊന്നും ചേർക്കരുത്, വെറും ഈ പൾപ്പ് മാത്രം ഇട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. എടുത്തതിന് ശേഷം ഒരു ജാറിന് തന്നെ ഉള്ളൂ, ഒറ്റ ട്രിപ്പ് തന്നെ ഇത് അടിച്ചെടുക്കാം. ജസ്റ്റ് ഇത്രയൊന്ന് അടിച്ചെടുത്താൽ മതി, കൂടുതലൊന്നും അടിക്കണ്ട. ഇത് നമുക്ക് ജ്യൂസ് ആയിട്ടുണ്ടാവും. ഇനി നമ്മളിത് അരിച്ചെടുക്കുകയാണ്. അപ്പം നല്ലൊരു അരിപ്പ് ഉപയോഗിച്ച് ഇതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുകയാണ്. ഈ കുരുകളൊക്കെ നമുക്ക് ഇനി പോയി കിട്ടണം. അതുപോലെ ഇതിന്റെ ചെറിയ ചണ്ടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോയി കിട്ടി നല്ല രീതിയിൽ അരിച്ചെടുക്കണം. ഇതാ അരിക്കുമ്പോൾ ഇതുപോലെ ജ്യൂസ് മാത്രം താഴ്ക്കുക, ജസ്റ്റ് കയ്യിൽ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. നമ്മൾ അരിച്ചെടുത്തപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തിലും കുറഞ്ഞു, ഇത്ര ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാ അതിന്റെ ചണ്ടി, ഇത്രയും ചണ്ടി. കുരുവൊന്നും അധികം അടിച്ചിട്ടില്ല. കുരു അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ നിറത്തിൽ വ്യത്യാസം, ഈ കറുപ്പ് കലങ്ങിപ്പോവും. ഇത്രയും വേസ്റ്റ് ആണ് ഇതിന്റെ. വേസ്റ്റ് ആണ്, നമ്മൾ കുരു ഉപയോഗിക്കാതെ ചെയ്യുന്നതുകൊണ്ട് ഇത് വേസ്റ്റ് ആണ്. അപ്പൊ അത് മാറ്റി വെക്കുന്നുണ്ട്. ഈ ജ്യൂസിന്
അളന്ന് നോക്കണം. ഇതിന്റെ ഒരു അളവ് അനുസരിച്ചാണ് നമ്മൾ ഇനി പഞ്ചസാര ലായനിയാണ് അടുത്ത് ഉണ്ടാക്കേണ്ടത്. ഇതിന്റെ അളവ് അനുസരിച്ചുള്ള ഒരു രീതിക്ക് പഞ്ചസാര ലായനി ഉണ്ടാക്കണം. ഇത് അളന്ന് നോക്കിയിട്ട് അതിനുള്ള പഞ്ചസാര ലായനി തിളപ്പിക്കാൻ വെക്കുകയാണ്. നമ്മുടെ ജ്യൂസ് ഏകദേശം ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ലയിപ്പിക്കാനായിട്ടുള്ള പഞ്ചസാര ഏകദേശം 5 ഗ്ലാസ് ഇടുന്നുണ്ട്. പഞ്ചസാര കുറച്ച് കൂടുതലായിട്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അത്രയും അതിന്റെ സിറപ്പായി വരുന്ന സമയത്ത്, ഇത് സ്ക്വാഷായി വരുന്ന സമയത്തൊക്കെ വെള്ളത്തിന്റെ അളവ് കൂട്ടിയാൽ മതി, മധുരം കൂടുതലാണെങ്കിൽ. ഏകദേശം ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലയിപ്പിക്കാനുള്ള ഒരു വെള്ളം കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പം നമ്മളൊരു 4 ഗ്ലാസിന്റെ അടുത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മൂടുന്ന രീതിക്കുള്ളൊരു വെള്ളം നമ്മളിത് ചേർക്കുന്നുണ്ട്. ഇനി നല്ലോണം ഈ പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഗ്യാസിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, പഞ്ചസാര അടിയിൽ പിടിക്കാക്കാൻ. ഈ സമയത്ത് അതായത് മഴ പെയ്തുകൊണ്ട് പാഷൻ ഫ്രൂട്ടിന് ചിലപ്പോൾ കുറച്ച് പുളി കൂടുതലായിരിക്കും. നമ്മൾ 5 പറഞ്ഞെങ്കിൽ ഒരു 4.5 ആയിരുന്നു ഇട്ടത് പഞ്ചസാര. ഒരു അര ഗ്ലാസ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില പുളി കൂടുതലായിരിക്കും ഈ സമയത്ത്, നല്ല പുളിയുള്ള സമയമാണ്. വേനലാണെങ്കിൽ കുറച്ചുകൂടെ മധുരം കൂടുമായിരുന്നു. ഇപ്പൊ വേനൽ കഴിഞ്ഞ് മഴയൊക്കെ ഇപ്പം ഈ വർഷമൊക്കെ നേരത്തെ മഴ പിടിച്ചതുകൊണ്ട് ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം ഉണ്ടാകുന്ന പാഷൻ ഫ്രൂട്ടിന് കുറച്ച് പുളിയാണ്. മഴക്കാലത്ത് ഇതിലും പുളിയായിരിക്കും. ഇരട്ടിയാണ് ശരിക്കും പഞ്ചസാര ഇടേണ്ടത്, അത് പുളി അനുസരിച്ചാണ്. പിന്നെ അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമുക്ക്. ഇതിന്റെ മധുരം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ജ്യൂസിന്റെ മധുരം അനുസരിച്ചിരിക്കും നമ്മൾ ഇതിൽ ചേർക്കേണ്ട മധുരവും. ഇപ്പൊ നമ്മൾ എന്തായാലും ഒരു 5 ഗ്ലാസ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ലായനി ഏകദേശം ആയിട്ടുണ്ട്, അതൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ അടിച്ചു വെച്ച ജ്യൂസ് ഉണ്ടല്ലോ, നമ്മൾ അരിച്ചെടുത്ത ആ ജ്യൂസ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ അതുപോലെ ഒഴിച്ചെടുക്കുകയാണ്. ഇനി ചെറിയ ചൂടിൽ നല്ല ഒന്ന് തിളപ്പിച്ചെടുക്കണം. തടി പിടിക്കാതൊക്കെ നമ്മൾ ഇളക്കണം, പക്ഷെ ചെറിയ ചൂടിൽ ആദ്യം തിളക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കൂടുതലൊന്ന് കുറുക്കിയെടുക്കേണ്ട, അത് കുറച്ചൊന്ന് തിളക്കുന്ന വരെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. മിക്സിയിൽ അടിച്ച സമയത്ത് കുരു ഒന്നും ശരിക്കും അരയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജ്യൂസിന് നല്ല നിറമുണ്ട്, നല്ല ഓറഞ്ച് നിറം തന്നെ ഉണ്ട്. നമ്മളെ പൾപ്പിന്റെ കറക്റ്റ് നിറമുണ്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, കുരു മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിറത്തിലൊക്കെ വ്യത്യാസം വരും. നമുക്ക് കുരു ഇട്ടും സ്ക്വാഷ് ഉണ്ടാക്കാം. അങ്ങനത്തെ സ്ക്വാഷ് നമുക്ക് കൂടുതൽ കാലം എടുത്തു വെക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കാലമൊക്കെ സൂക്ഷിച്ച് വെക്കാനും. നമുക്ക് കുറെ കാലം വെക്കാം, പക്ഷെ നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ എടുത്ത് തീർക്കും. നല്ല രീതിയിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെ ഇതൊക്കെ റെഡിയാക്കി വെക്കാം. ഏകദേശം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അത് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഇതൊക്കെ ചെറിയ കരടൊക്കെ ഉണ്ടെങ്കിൽ ഇത് വരാതിരിക്കാൻ ഇതുപോലെ അരിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാണ്. അതുപോലെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടെ നമ്മൾ ഇതുപോലെ ചൂടായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചൂട് കുറച്ച് ചെറിയ രീതിയിൽ തിളപ്പ് കിട്ടുന്നവരെ ഒന്നുകൂടെ ഇളക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് സിട്രിക് ആസിഡ് ചേർക്കണം. അപ്പൊ നമ്മൾ സിട്രിക് ആസിഡ് അല്ല ചേർക്കുന്നത്, ഇതൊക്കെ സ്ക്വാഷ് ഒക്കെ കേട് വരാതിരിക്കാനാണ് സിട്രിക് ആസിഡ് ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 5 ചെറുനാരങ്ങയുടെ നീരാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളെടുത്ത പഞ്ചസാര ലായനിയിൽ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലാണ്. അപ്പം അതൊന്ന് വലിയുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ, എത്രത്തോളം തിളപ്പിച്ച് വെക്കുന്ന അത്രയും നല്ലതാണ് കൂടുതൽ എടുത്തു വെക്കാനൊക്കെ ആയിട്ട്. അപ്പൊ ആ വെള്ളം കുറച്ച് കുറയുന്നവരെ ഒന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കുക. സ്ക്വാഷ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടാറുന്ന വരെ നമ്മൾ ചില്ലിന്റെ ജഗ്ഗിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. നമ്മൾ ഒഴിച്ചു വെക്കുന്ന ജഗ്ഗായാലും ഇനി കുപ്പിയായാലും ഒന്നിലും വെള്ളത്തിന്റെ അംശം പാടില്ല, കേടുവരും. അതുകൊണ്ട് എല്ലാം നല്ല ഡ്രൈ ആക്കി തുടച്ചു വെച്ചിട്ട് മാത്രം ഒഴിച്ചു വെക്കണം. ഈ ജഗ്ഗിലേക്ക് ഒന്ന് ചൂടാറുന്ന വരെ ഒഴിച്ചു വെക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റണം. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും പാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. കണ്ടില്ലേ, നമുക്ക് തന്നെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ സ്ക്വാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും സ്ക്വാഷാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് തണുത്തതിന് ശേഷം ഞങ്ങൾ ചില്ലുകുപ്പിയിലേക്ക് മാറ്റും. കൂടുതൽ കാലൊക്കെ എടുത്തു വെക്കുന്നതുകൊണ്ട് ഉപയോഗിച്ച ശേഷം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ തന്നെ എടുത്തു വെക്കണം. അപ്പൊ അങ്ങനെ എടുത്തു വെച്ചാൽ മാത്രം നമുക്ക് കൂടുതൽ കാലൊക്കെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ടും ഇവിടെ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ടും ഇത് പെട്ടെന്ന് തന്നെ കുടിച്ചു തീർക്കും.